എല്ലാവർക്കും ഷിനൂസ് റെസിപ്പിയിലേക്ക് സ്വാഗതം. ഞാൻ ഷിനൂസ് സൂര്യനാരായണൻ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് പരിപ്പ് വട. മലയാളികളുടെ പ്രിയങ്കരമായ ഒരു സ്നാക്കാണ് പരിപ്പ് വട. നമ്മുടെ മലയാളികൾ പണ്ട് മുതലേ പരിപ്പ് വടയും കട്ടൻ ചായയും ഇത് നമ്മുടെ എല്ലാവർക്കും പരിപ്പ് വടനെ കുറിച്ച് നമുക്കിത് കൂടുതലായിട്ടൊന്നും പറയേണ്ടതില്ല. അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിരുന്നു കാണുക. നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പരിപ്പ് വടയ്ക്ക് ആവശ്യമായത് പ്രധാനമായിട്ടും പരിപ്പ് തന്നെയാണ്. ഞാനിന്നിവിടെ എടുത്തിരിക്കുന്നത് കടലപ്പരിപ്പാണ്. നമുക്കിതിലേക്ക് നമുക്ക് ഗ്രീൻ പീസ് പരിപ്പ്, അതായത് പീസ് പരിപ്പ് നമുക്കിതിലേക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ 1 കപ്പ് കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായി കഴുകി വൃത്തിയാക്കി വെള്ളം ഒഴിച്ച് ഒരു 3-4 മണിക്കൂർ നമുക്കിത് കുതിരാൻ വയ്ക്കണം. അപ്പോൾ നമ്മുടെ പരിപ്പ് കുതിർന്ന് എല്ലാം റെഡിയായിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിൽ നിന്നും ഒരു 2 ടീസ്പൂൺ പരിപ്പ് നമ്മൾക്ക് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഈ ബാക്കി വരുന്ന പരിപ്പിനെ നമ്മൾക്ക് മിക്സി ജാറിലിട്ട് ഒന്ന് ചതച്ചെടുക്കണം. നമുക്ക് വെള്ളമൊന്നും ഇതിന് ആവശ്യമില്ല. ഇതിനെല്ലാം ഒരു മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് ഇതിനെ ഒന്ന് ചതച്ചെടുക്കുക. ഇതിൽ വെള്ളം ചേർത്ത് ഒരിക്കലും ചതച്ചെടുക്കരുത്. വെള്ളം ചേർത്തെന്ന് വെച്ചാൽ എണ്ണയിലിടുന്ന സമയത്ത് വട പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഇത് അരഞ്ഞ് കിട്ടേണ്ടതുണ്ട്. കുറച്ച്, അതായത് മുഴുവനായി നല്ല ഫൈൻ ചോപ്പായിട്ട് അരയേണ്ട ആവശ്യമില്ല. ചില പരിപ്പുകളൊക്കെ അങ്ങനെ കിടന്നു എന്നുണ്ടെങ്കിലും അതൊന്നും ഒരു കുഴപ്പമില്ല. ഇതിലേക്ക് നമ്മൾക്ക് ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം ആഡ് ചെയ്ത് കൊടുക്കുക. 15 ചെറിയുള്ളി സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇഞ്ചി 1 ഇഞ്ച് നീളത്തിൽ അളവിൽ ഫൈൻ ചോപ്പ് ചെയ്തത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് 2 എണ്ണം ഫൈൻ ചോപ്പ് ചെയ്തത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. വറമുളക് ഒരു 3 എണ്ണം ചെറുതായി മുറിച്ചത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഒരു 3-4 കൊത്ത് ചെറുതായിട്ട് ഫൈൻ ചോപ്പ് ചെയ്തത് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. മാറ്റി വെച്ചിരിക്കുന്ന പരിപ്പ് നമുക്കിനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നമ്മൾക്ക് കൈ കൊണ്ട് കുഴച്ചെടുക്കണം. ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി കുഴച്ചെടുക്കുക. വടയ്ക്ക് എങ്ങനെ പരത്തുന്നത് വെച്ചാൽ നമ്മൾ ആദ്യം ഇതിനെ നന്നായിട്ട് ഉരുളകളാക്കുക. നന്നായി ഉരുട്ടിയെടുത്തതിന് ശേഷം നമ്മൾ ഉള്ളം കയ്യിൽ ഇങ്ങനെ വെച്ചതിന് ശേഷം ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വെച്ചാൽ കണ്ടോ, നല്ല ഈ ഒരു നമുക്ക് നല്ലൊരു ഷേപ്പിൽ നമുക്ക് വട വേഗം കിട്ടുന്നതാണ്. സെൻറ്റർ നല്ല തിക്കായിട്ടും സൈഡെല്ലാം നല്ല തിന്നായിട്ടും നമുക്ക് കിട്ടുന്നതാണ്. നന്നായി എണ്ണ ചൂടായതിന് ശേഷം മാത്രം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം മാത്രം നമുക്കിതിലേക്ക് ഇളക്കാൻ പാടുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇതിന് ശേഷം നമ്മൾ ഇതിനെ സ്ലോ ചെയ്ത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റേണ്ടതുണ്ട്. മാക്സിമം നമ്മൾ ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ കരിഞ്ഞു പോകും, ഉള്ളു വേവില്ല. എന്നാൽ മീഡിയം ഫ്ലെയിമിൽ മെല്ലെ വേവിച്ചെടുത്താൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഉള്ളെല്ലാം കറക്റ്റായിട്ട് വെന്ത് നമുക്ക് കിട്ടത്തുള്ളൂ. എല്ലാം നമുക്ക് ജസ്റ്റ് ഒന്നങ്ങനെ മറിച്ചിട്ട് കൊടുക്കുക. ഈ ഒരു ടെക്സ്ചറിൽ നമ്മൾക്കിത് എണ്ണയിൽ നിന്ന് എടുക്കാവുന്നതാണ്.
സൂപ്പർ, അടിപൊളി, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ട്രൈ ചെയ്ത് നോക്കുക. ഇതേപോലെ ഇതേ അളവിൽ ഇതേപോലെ ചെയ്തു എന്ന് വെച്ചാൽ നല്ല കിട്ടിക്കാച്ചി പരിപ്പുവട നിങ്ങൾക്ക് വീട്ടിൽ തയ്യാറാക്കാവുന്നതാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തുടർന്നും അടുത്ത വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നത് വരെ ഞാൻ നിങ്ങളുടെ ഷിനു സൂര്യനാരായണൻ സൈനിങ് ഓഫ്. ബൈ.